കാസർഗോഡ് MP കൂടിയായിട്ടുള്ള രാജ്മോഹൻ ഉണ്ണിത്താൻ കോൺഗ്രസ് നേതാവ് നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, എങ്ങനെ ഓർത്തെടുക്കാം തെന്നല ബാലകൃഷ്ണപിള്ള എന്ന രാഷ്ട്രീയ നേതാവിനെ? ചേട്ടനുമായിട്ട് വളരെ വൈകാരികമായി ബന്ധമുള്ള ഒരാളാണ് ഞാൻ. ഞങ്ങളെല്ലാവരും കൊല്ലം ജില്ലക്കാരാണ്. കൊല്ലം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന കാലം അന്ന് കോൺഗ്രസിനെ കേരളത്തിൽ ശക്തിപ്പെടുത്താൻ, കൊല്ലം ജില്ലയിൽ ശക്തമാക്കാൻ അതിശക്തമായി പ്രവർത്തനം നടത്തിയ ഒരാളാണ് അദ്ദേഹം. ശൂരനാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വലിയ ജന്മി കുടുംബത്തിൽ ഒരു 10 തലമുറയ്ക്ക് ജീവിക്കാനുള്ള സമ്പാദ്യമുള്ളൊരു കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിന് കിട്ടിയ മുഴുവൻ സ്വത്തുക്കളും കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി അദ്ദേഹം വിറ്റുതുലച്ചു എന്ന് പറയാം. ജീവിതത്തിൽ ഇന്ന് വരെ കൈക്കൂലി വാങ്ങിക്കാത്ത, അഴിമതി നടത്താത്ത, സംശുദ്ധമായ രാഷ്ട്രീയ പാരമ്പര്യവും സംശുദ്ധമായ ഒരു സംസ്കാരവും കോൺഗ്രസ് പാർട്ടിക്ക് സംഭാവന ചെയ്ത അനിതര സാധാരണമായ വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു അദ്ദേഹം. അദ്ദേഹം അടൂർ അസംബ്ലി മെമ്പറായിരുന്നു. 2 പ്രാവശ്യം MLA ആയിരുന്നു. 2ാമത്തെ പ്രാവശ്യം ശ്രീ K കരുണാകരൻ അദ്ദേഹത്തിനോട് സത്യപ്രതിജ്ഞ ചെയ്യാൻ തിരുവനന്തപുരത്തേക്ക് തിരിക്കാൻ പറഞ്ഞു. കുടുംബസമേതം കുടുംബക്ഷേത്രങ്ങൾ പോയി വഴിപാടുകളൊക്കെ നടത്തി സത്യപ്രതിജ്ഞയ്ക്കായി കുടുംബസമേതം തിരുവനന്തപുരത്തേക്ക് യാത്ര തിരിച്ച് പകുതി വഴിയിലെത്തിയപ്പോഴാണ് ശ്രീ കരുണാകരൻ വിളിച്ചു പറഞ്ഞത്, തൽക്കാലം ക്ഷമിക്കണം, ശ്രീ രമേശ് ചെന്നിത്തലയാണ് മന്ത്രി, അങ്ങേക്ക് ഇനിയൊരു അവസരം നൽകാമെന്ന് പറഞ്ഞ്, എന്നിട്ട് പോലും തന്നെ അപമാനിച്ചിട്ട് പോലും ആ നാവിൽ നിന്ന് ഒരക്ഷരം കോൺഗ്രസ് പാർട്ടിക്കെതിരായോ കരുണാകരനെതിരായോ അദ്ദേഹം പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. മാത്രമല്ല, കോൺഗ്രസ് എപ്പോഴൊക്കെ പ്രതിസന്ധിയെ നേരിടുന്നോ അപ്പോഴൊക്കെ KPCCയുടെ അധ്യക്ഷ പദവിയിലേക്ക് അദ്ദേഹത്തെയാണ് കൊണ്ടുവരുന്നത്. കാരണം അദ്ദേഹത്തിന് ഒരു ഗ്രൂപ്പുമില്ല. നിഷ്പക്ഷമായി, നീതിപൂർവമായി, സ്വതന്ത്രമായി, സുതാര്യമായി പ്രവർത്തിക്കുന്ന അദ്ദേഹം ഗ്രൂപ്പുകൾക്കെല്ലാം അതീതനായിരുന്നു. അതുകൊണ്ട് കേരളത്തിലെ സകല ഗ്രൂപ്പ് നേതാക്കന്മാർക്കും സർവസ്വീകാര്യനായ ഒരേ ഒരു വ്യക്തി അദ്ദേഹം മാത്രമാണ്. ഇന്ന് വരെ മനസ്സുകൊണ്ട് പോലും കോൺഗ്രസ് പാർട്ടിക്കെതിരെ ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യാത്ത ഒരേ ഒരാൾ കേരളത്തിൽ തെന്നലച്ചേട്ടൻ മാത്രമാണ്. രണ്ടാമതൊരാൾ അങ്ങനെ ഇല്ലെന്ന് എനിക്ക് നിസ്സംശയം പറയാം. 2001 111 സീറ്റുകളുമായി ശ്രീ AK ആന്റണിയെ മുഖ്യമന്ത്രി കസേരയിൽ ഇരുത്തി സത്യപ്രതിജ്ഞ ചടങ്ങ് കഴിഞ്ഞ് തിരിച്ച് KPCC വന്ന് അദ്ദേഹത്തോട് കസേരയിൽ നിന്ന് ഒഴിയാൻ പറയുകയും മുരളിയെ കയറ്റിയിരിക്കുകയും ചെയ്തു. എന്നിട്ട് ഈ 111 സീറ്റ് വാങ്ങിയിട്ട് തന്നെ KPCCയുടെ അധ്യക്ഷ പദവിയിൽ നിന്ന് പിടിച്ചു പുറത്താക്കിയിട്ട് ഒരക്ഷരം കോൺഗ്രസ് പാർട്ടിക്കെതിരെ അദ്ദേഹം വേണ്ടിയിട്ടില്ല, അദ്ദേഹത്തെ പുറത്താക്കിയവർക്കെതിരെ വേണ്ടിയിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്, അങ്ങനെ ഒരു മനുഷ്യൻ കോൺഗ്രസ് പാർട്ടിക്ക് രണ്ടാമതായില്ല എന്ന് വേണേൽ പറയാം. പിന്നെ അദ്ദേഹം രാജ്യസഭാ മെമ്പറായിരുന്നു. അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടം കോൺഗ്രസിന് ഒരു വലിയ മുതൽക്കൂട്ട് തന്നെയായിരുന്നു. അദ്ദേഹത്തിന്റെ വേർപാട് കേരളത്തിലെ കോൺഗ്രസിന് മാത്രമല്ല പൊതുജന സമൂഹത്തിന് തീരാ നഷ്ടമാണ്. ഇന്നത്തെ യുവതലമുറ ശ്രീ തെന്നല ബാലകൃഷ്ണപിള്ളയെ ഒരു റോൾ മോഡലായി സ്വീകരിക്കേണ്ട അതാണെന്ന് നിസ്സംശയം പറയാൻ കഴിയും. ഇങ്ങനെ ഒരു കോൺഗ്രസ് നേതാവ്, ഗാന്ധിയൻ പാതയിലൂടെ അനസ്യൂതം സഞ്ചരിച്ചൊരു നേതാവ് കേരളത്തിൽ മറ്റാരുമില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വേർപാട് ഈ സംസ്ഥാനത്തിന് ഒരു വലിയ നഷ്ടമാണ്. കുടുംബാംഗങ്ങളോട് എന്റെ അനുശോചനം അറിയിക്കുന്നു. ഞാനും അദ്ദേഹത്തിന്റെ വേർപാടിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നു. ഓക്കെ, അദ്ദേഹവുമായിട്ടുള്ള വ്യക്തിബന്ധം ഉൾപ്പെടെയാണ് കാസർഗോഡ് ലോക്സഭാ അംഗം രാജ്മോഹൻ ഉണ്ണിത്താൻ ഓർത്തെടുക്കുന്നത്.